പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവം വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇത് സംബന്ധിച്ച് KPCCക്ക് പരാതി നൽകുകയുണ്ടായി. പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 അംഗ കമ്മിറ്റിയായിരുന്നു ഈ സംഭവം പരിശോധിച്ചത്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റ് ഇപ്പോൾ 4 പേരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. KPCC അംഗമായ ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, മണ്ഡലം പ്രസിഡന്റ് മാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവരെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. KPCC പ്രസിഡന്റ് ഇത് സംബന്ധിച്ച രേഖ പുറത്തുവിട്ടിട്ടുമുണ്ട്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകത്തിലെ പ്രതിയുമായി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തു എന്നതാണ് ഈ 4 പേർക്കെതിരെയുമുള്ള ഒന്നാമത്തെ കുറ്റം. അതേസമയം ഈ സൽക്കാരത്തിന് സൗകര്യം ഒരുക്കിക്കൊടുത്തതും KPCC അംഗം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് എന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ഇതുകൂടാതെ പരസ്യമായി രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിച്ചു എന്നും റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ മുൻകൈയെടുത്താണ് ഈ വിവാദം പരിശോധിക്കണമെന്നും വിവാഹത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും KPCCക്ക് പരാതി നൽകിയത്. കൂടാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയെ നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നുമുള്ള കുറ്റങ്ങൾ റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ 4 പേർക്ക് നടപടി നേരിടേണ്ടി വന്നതും. കഴിഞ്ഞ മാസം 28, 29 തീയതികളിലായിരുന്നു കാസർഗോഡെത്തി രക്തസാക്ഷികളുടെ കുടുംബങ്ങളിൽ നിന്നും പെരിയയിലുള്ള പ്രാദേശിക പാർട്ടി പ്രവർത്തകരിൽ നിന്നും ജില്ലാ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മൊഴിയെടുത്തത്. ഇവരെല്ലാം തന്നെ പൂർണ്ണമായും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത നേതാക്കൾക്ക് എതിരെയായിരുന്നു മൊഴി നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 പേർക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തത്. ആ ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KPCC 4 പേരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നതും. രാഷ്ട്രീയ കാര്യസമിതി അംഗം N സുബ്രഹ്മണ്യനും ജനറൽ സെക്രട്ടറിയായ PM നിയാസ് എന്നിവരടങ്ങിയ 2 അംഗ കമ്മിറ്റിയായിരുന്നു ഈ വിഷയം പരിശോധിക്കുന്നതിന് KPCC നിയോഗിച്ചിരുന്നത്. ഇവർ കാസർഗോഡ് എത്തി നടത്തിയ പരിശോധനയുടെയും സിറ്റിംഗിന്റെയും ഒടുവിലാണ് 4 പേരെ പുറത്താക്കുന്നതിനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലേക്ക് എത്തിയത്. ഒടുവിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുമായിരുന്നു. ഈ സംഭവം കാസർഗോഡ് കോൺഗ്രസിനുള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നമായി രൂപം കൊണ്ടിരുന്നു. ഈ വിവാദ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന നിലപാട് നടപടി നേരിട്ടവരെ അവരുടെ പദവികളിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും പുറത്താക്കപ്പെടുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം അവസാനിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം വലിയ വിവാദത്തിലേക്ക് ചെന്നെത്തിയത്. അതിനുശേഷമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇവർക്കെതിരെ സമൂഹ മാധ്യമത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്റ് ഇടുന്നത്. പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ ഈ പോസ്റ്റിനെതിരെ ബാലകൃഷ്ണ പെരിയ രംഗത്ത് വന്നതോടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ വലിയ വിവാദം ഉടലെടുക്കുന്നത്. അതോടൊപ്പം പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ മണികണ്ഠന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ബാലകൃഷ്ണൻ പെരിയ ഇതിനെ പ്രതിരോധിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ഇത്തരത്തിൽ പ്രതികളുമായി ബന്ധമുണ്ടെന്ന് ആക്ഷേപമുന്നയിച്ചിരുന്നു. അതോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഈ സംഭവങ്ങളുടെ എല്ലാം പരിണിത ഫലമായാണ് ഈ വിഷയം ഇത്രയധികം വിവാദത്തിലേക്ക് എത്തിയതും സംഭവം അന്വേഷിക്കാൻ 2 പേരെ KPCC ചുമതലപ്പെടുത്തുകയും ചെയ്തത്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു മുൻപായിരുന്നു ഒരു പരിശോധന KPCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം റിപ്പോർട്ട് നൽകാം എന്നായിരുന്നു 2 അംഗ സമിതിയുടെ നിലപാട്. ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കുകയും കാസർഗോഡ് കോൺഗ്രസിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ സംഭവത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താന് അനുകൂലമായി അദ്ദേഹത്തിന്റെ വാക്കുകൾക്കനുസൃതമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എന്ന ആക്ഷേപമാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്.
അതോടൊപ്പം തന്നെ ബാലകൃഷ്ണൻ പെരിയ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ് താൻ പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വരുമെന്ന്. ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പോകേണ്ടി വരുമെന്ന പ്രചാരണം നടത്തിയ സാഹചര്യത്തിലാണ് KPCC അടക്കമുള്ള ഉന്നത നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരസ്യ പ്രതികരണം ഒഴിവാക്കുന്ന തരത്തിലേക്ക് എത്തിച്ചത്. പിന്നീടാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. അവർ കാസർഗോഡ് എത്തുകയും പിന്നീട് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചതിന് ശേഷം കമ്മീഷൻ റിപ്പോർട്ട് KPCCക്ക് നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ 4 പേരെ പുറത്താക്കിയതും. എന്നാൽ ഈ പുറത്താക്കിയ 4 പേരെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും പാർട്ടിക്കുള്ളിലുണ്ട്.